الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹു അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒന്നിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന മുഴുവൻ മനുഷ്യർക്കും ഫലസ്തീനികൾക്കും അള്ളാഹു സമാധാനവും സന്തോഷവും പ്രദാനിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ആദ്യമായി ഹൃദ്യമായ ബലിപെരുന്നാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും കൈമാറുകയാണ്. ഈദ് മുബാറക്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅ്മാൽ. പെരുന്നാളുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, പ്രത്യേകിച്ചും ബലിപെരുന്നാൾ നമ്മോട് വിളിച്ചു പറയുന്ന വലിയൊരു സന്ദേശം, തിന്മയ്ക്കെതിരെ പോരാടാൻ ആരെയും കാത്തു നിൽക്കേണ്ടതില്ല എന്നുള്ളൊരു സന്ദേശമാണ്. തിന്മയ്ക്കെതിരായ ധർമ്മത്തിന്റെ പോരാട്ടമാണ് ബലിപെരുന്നാളിന്റെ സന്ദേശം. കാരണം ബലിപെരുന്നാളിനെ നാം പ്രധാനമായും ഓർക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ്. 4000 വർഷങ്ങൾക്കപ്പുറത്ത് ത്യാഗോജ്വലമായൊരു ജീവിതത്തിലൂടെ ലോകാവസാനം വരെ നിലനിൽക്കേണ്ട വലിയൊരു ആദർശത്തിന് അടിത്തറ പാകി തന്റെ ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച അള്ളാഹുവിന്റെ കൂട്ടുകാരനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഓർമ്മകളാണ് ഇന്ന് നമ്മളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സ്മരിക്കാതെ ഒരാളുടെയും ബലിപെരുന്നാൾ പൂർണ്ണമായി തീരുന്നില്ല. സമകാലിക സാഹചര്യത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശങ്ങൾ ഏറെ പ്രസക്തമാണ്. ഇബ്രാഹിം നബി ഒറ്റയ്ക്കാണ് പോരാടിയത്. ആരും സഹായം ഉണ്ടായിരുന്നില്ല. സ്വന്തം പിതാവ് പോലും എതിർപക്ഷത്ത് നിന്നപ്പോ ആരെയും കാത്തു നിൽക്കാതെ സമൂഹത്തിൽ നടക്കുന്ന അധാർമികർക്കെതിരെ ഭരണാധികാരി പോലും എതിർപക്ഷത്തായിരുന്നിട്ടും ഒറ്റയ്ക്ക് പോരാടാൻ വേണ്ടി ധൈര്യം കാണിച്ച, എല്ലാം അല്ലാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് അവരിൽ തവക്കുലാക്കി ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിച്ച ഒരു ബഹുമുഖ പ്രതിഭയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ലോകത്ത് അധർമ്മത്തിനെതിരെ പോരാടിയ എല്ലാവർക്കും സഹായികൾ ഉണ്ടായിട്ടുണ്ട്. മൂസാ നബിയുടെ കൂടെ ഹാറൂൻ നബി ഉണ്ടായിരുന്നു, ഈസാ നബിയുടെ കൂടെ അപ്പോസ്തലന്മാരുണ്ടായിരുന്നു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും ഉമറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇബ്രാഹിം ഒറ്റയ്ക്കാണ് പോരാടിയത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, കാന ഉമ്മ, ഇബ്രാഹിമിനൊരു സമുദായമായിരുന്നു. ഒരു സമുദായം ചെയ്യേണ്ട ഒരു ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി ധൈര്യം കാണിച്ച ആ ധീര പോരാളിയുടെ ഓർമ്മകളാണ് ബലിപെരുന്നാളിന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത്.
തീർച്ചയായിട്ടും നാം ജീവിക്കുന്ന സാഹചര്യം നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് പ്രതികൂലമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാം ഇബ്രാഹിം നബിയുടെ ദൗത്യം നിർവഹിക്കാൻ തയ്യാറാകണം. ഒരു പോരാട്ടത്തിന് ആരെയും കാത്തു നിൽക്കേണ്ടതില്ല. അസത്യത്തിനും അനീതിക്കുമെതിരായ ഒരു പോരാട്ടം, ഒരു ധാർമ്മികമായ രോക്ഷം നമ്മളിൽ ഉണ്ടായിത്തീരേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാം നീളത്തിൽ വിരിച്ചിരിക്കുന്ന പച്ച പരവതാനിയിലൂടെയല്ല അതിന്റെ കഴിഞ്ഞ നാൾവഴിയിലൂടെ സഞ്ചരിച്ചു വന്നിട്ടുള്ളത്. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചാണ് ഇസ്ലാം ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. എല്ലാം അസ്തമിച്ചു എന്ന് തോന്നിയെടുത്ത് നിന്നാണ് പരിശുദ്ധ ഇസ്ലാം ഉയർത്തെഴുന്നേറ്റ് വന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും അങ്ങനെയായിരുന്നല്ലോ. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും ഒരു ഫിനിഷ് പക്ഷിയെ പോലെ ഉയർന്നു വന്നയാളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അദ്ദേഹത്തിന്റെ രോമത്തെ പോലും കരിക്കാൻ ഒരു ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഇബ്രാഹിമി ആദർശമാണ് നമുക്ക് ഈ പ്രതികൂല സാഹചര്യത്തിൽ പ്രചോദനം നൽകേണ്ടത്. ഈ പ്രപഞ്ചം തന്നെ നമുക്കെതിരായിരുന്നാൽ പോലും ഈ പ്രപഞ്ചത്തോട് പോരാടാൻ നമ്മൾ ഒറ്റയ്ക്ക് മതി. പക്ഷെ പ്രപഞ്ചനാഥൻ കൂടെ ഉണ്ടാകണം. പ്രപഞ്ചനാഥനെ കൂടെ നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ ആര് നമുക്കെതിരെ വന്നാലും അവർക്കെതിരെ പോരാടാനും ജയിക്കാനും ആദർശത്തോടെ അന്തസ്സോടെ രാജ്യത്തെ തലയുയർത്തി ജീവിക്കാനും കഴിയുമെന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ ബലിപെരുന്നാൾ നമുക്ക് നൽകുന്നത്. ബദറിൽ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ബദറിന് ശേഷം ഇസ്ലാം ഉയർത്തി എഴുന്നേൽക്കുകയാണ് ചെയ്തത്. താർത്താനികൾ മുസ്ലിം ലോകത്തെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ ഇനി ഇസ്ലാം ലോകത്ത് ഉണ്ടാകില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ പിന്നീടാണ് ഇസ്ലാം ഉയർത്തി എഴുന്നേറ്റത്. അതുകൊണ്ട് ഇസ്ലാം എല്ലാം അവസാനിച്ചു എന്നിടത്തുനിന്ന് തുടങ്ങുന്ന പ്രസ്ഥാനമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. നമുക്കറിയാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ മക്കയിൽ തന്റെ പ്രബോധനം തുടങ്ങുമ്പോൾ ഇന്നുള്ള സംവിധാനങ്ങളില്ല, പള്ളികളില്ല, ഒന്നുമില്ല. അർക്കം റളിയല്ലാഹുവിന്റെ വീട്ടിൽ വളരെ രഹസ്യമായിട്ടാണ് ആ പ്രവാചകൻ നിസ്കരിച്ചിരുന്നത്. പരസ്യമായി നിസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ആ മക്കയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ പരിശുദ്ധ മക്കയിൽ ചെന്നു നോക്കിയാൽ നമുക്കറിയാം, ഹറമിനകത്ത് വിരിച്ചിരിക്കുന്ന പരവതാനികൾ അതിങ്ങനെ നിവർത്തിയിട്ടാൽ 300 കിലോമീറ്റർ ദൂരത്തിലെത്തും. 300 കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള പരവതാനികൾ പരിശുദ്ധ ഹറമിൽ ഇന്നുണ്ട്. അത് മുഴുവനും സത്യവിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിയുകയാണ്. ഈ കഴിഞ്ഞ റമദാനിൽ കഅബയുടെ പരിസരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളിൽ പതിഞ്ഞത് 12 കോടി 11 ലക്ഷം ആളുകൾ ഈ കഴിഞ്ഞ റമദാനിൽ ഹറമിൽ എത്തിയെന്നാണ് ആവർത്തന സഹിതം. അർക്കം റളിയല്ലാഹുവിന്റെ വീട്ടിൽ രഹസ്യമായി നിസ്കരിച്ച പ്രവാചകന്റെ മക്കയിൽ നിന്ന് ഈ കഴിഞ്ഞ റമദാനിൽ 12 കോടിയിലധികം ആളുകൾ ആ കഅബയുടെ പരിസരത്ത് വന്നതായി ക്യാമറ രേഖപ്പെടുത്തുന്നുവെങ്കിൽ ഇസ്ലാം അങ്ങനെയാണ്. നിങ്ങൾ എത്ര നശിപ്പിക്കാൻ ശ്രമിച്ചാലും അത് ഉദിച്ചുയരും. അത് കുതിച്ചുയരുന്ന പ്രസ്ഥാനമാണ് ഈ പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ നമ്മൾ പ്രശ്നമാക്കേണ്ടതില്ല. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാൻ നമ്മുടെ ആദർശ ധീരത കൊണ്ട് നമുക്ക് കഴിയും. നമുക്ക് ആദർശ ധീരതയുണ്ടെങ്കിൽ, ഈമാനിന്റെ ദൃഢതയുണ്ടെങ്കിൽ തല്ലുകൾ നമുക്ക് തലോടലുകളായി അനുഭവപ്പെടും. പരിഹാസങ്ങൾ നമുക്ക് പ്രശംസകളായി അനുഭവപ്പെടും. നമ്മുടെ മരണം നമുക്ക് ജീവിതമായി അനുഭവപ്പെടും. പീഡനങ്ങൾ നമുക്ക് പ്രേരണകളായി അനുഭവപ്പെടും. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോരാടിയത് നമ്രൂദിനെതിരെയാണ്. ഇറാഖിലെ മെസപ്പൊട്ടോമിയയിൽ ജനിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാം യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇടയിലുള്ള മെസപ്പൊട്ടോമിയയിലെ ഊർ എന്ന് പറയുന്ന ഒരു പട്ടണം, ഇന്നത് പട്ടണം പോലുമല്ല, അവിടെ ജനിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നാടുവിടേണ്ടി വന്നു. അദ്ദേഹം ഫലസ്തീനിലേക്ക് വന്നു, ഈജിപ്തിലേക്ക് പോയി, അവിടെ നിന്ന് മക്കയിലേക്ക് പോയി, മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് വന്നു. തന്റെ കാൽപാദം കൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഖലീലുള്ളാഹി സഞ്ചരിച്ചത് ഈ ഒരു ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പരിശുദ്ധ കഅബയുടെ പരിസരത്ത് മഖാമ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാൽപാദം പതിഞ്ഞ കല്ല് അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. കാരണം ആ കാൽപാദം പതിഞ്ഞ കല്ല് നമ്മൾ കാണേണ്ടതാണ്. ആ കാലുകൊണ്ടാണ് അദ്ദേഹം സഞ്ചരിച്ചത്. അതുകൊണ്ട് നമുക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നൽകുന്ന സന്ദേശം ഏത് പ്രതികൂല സാഹചര്യത്തിലും ഈമാനിന്റെ ദൃഢത കൊണ്ട് ആദർശത്തിന്റെ കരുത്ത് കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നുള്ളതാണ്. ആ ഇബ്രാഹിം നബി ഓർത്തുകൊണ്ട് അദ്ദേഹം ചെയ്ത തുല്യതയില്ലാത്ത അദ്ദേഹത്തിന്റെ ത്യാഗം, ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട മനുഷ്യനാണ് അദ്ദേഹം. അവസാനം അദ്ദേഹം നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് സ്വന്തം മകനെ സ്വന്തം കൈകൊണ്ട് അറക്കണമെന്നുള്ള പടച്ചവന്റെ കൽപ്പന.
ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട പ്രവാചകന്മാരുണ്ട്. സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്, കൊല്ലപ്പെട്ടവരുണ്ട്. സക്കരിയ നബിയെ പോലെ, യഹ്യാ നബി അലൈഹി സ്വലാമിനെ പോലെ പീഡിപ്പിക്കപ്പെട്ടവരുണ്ട്. പക്ഷേ 1,24,000 പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ സ്വന്തം മകനെ സ്വന്തം കൈകൊണ്ട് അറക്കണമെന്ന പടച്ചതമ്പുരാന്റെ കൽപ്പന ഏറ്റെടുക്കാൻ തയ്യാറായ ആ സന്നദ്ധനായ പ്രവാചകൻ അത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന്റെ ആ ഒരു നിശ്ചയദാർഢ്യത്തെ ഓർമ്മ പുതുക്കിക്കൊണ്ട് പ്രതീകാത്മകമായി ഇന്ന് നമ്മൾ ഉളുഹിയ്യ കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. പെരുന്നാൾ നമസ്കാരാനന്തരം ഇന്ന് മുസ്ലിം സമൂഹം ഉളുഹിയ്യ നിർവഹിക്കാൻ പോവുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷണ വിതരണം നടക്കുന്ന ദിവസമാണ് ഇന്ന്. ഏത് കാര്യങ്ങൾക്ക് മറുപടി നമ്മൾ ഗൂഗിളിനോട് ചോദിക്കും. എന്തിനും മറുപടി നൽകാൻ കഴിയുന്ന ഗൂഗിളിനോട് ഇന്ന് മുസ്ലിമീങ്ങൾ എത്ര മൃഗങ്ങളെ ബലിയറുത്തു, അതിന്റെ എണ്ണം, അതിന്റെ മൊത്തം എത്ര അത് രൂപയ്ക്കുണ്ട്, എത്ര ഫണ്ട് വരുമെന്ന് ചോദിച്ചാൽ ഗൂഗിൾ പറയുന്ന ഒരു മറുപടി ഉണ്ട്, അതിന് മറുപടി നൽകാൻ കഴിയില്ല എന്നായിരിക്കും. അത്രമാത്രം മാംസ വിതരണം ഇന്ന് മുസ്ലിമീങ്ങൾ നടത്തുകയാണ്. ഏകദേശം ഇന്ത്യയിൽ തന്നെ 4 ലക്ഷം കോടി രൂപയുടെ മാംസ വിതരണമാണ് ഈ ബലി പെരുന്നാൾ ഇന്ന് മുസ്ലിമീങ്ങൾ നടത്താൻ പോകുന്നത്. 4 ലക്ഷം കോടി രൂപയുടെ ഏകദേശം കണക്കാണ്. ലോകത്ത് എവിടെയാണ് ഒരു ആരാധനയുടെ ഭാഗമായി ഇത്ര വലിയൊരു അന്നദാനം നടക്കുന്നത്? ഏത് മതത്തിലാണുള്ളത്? എവിടെയാണുള്ളത്? നമ്മുടെ നാട്ടിൽ തന്നെ ഈരാറ്റുപേട്ടയിൽ ഏകദേശം ഒരു 3.5 കോടി രൂപയുടെ ഉളുഹിയ്യ കർമ്മം ഇന്ന് പെരുന്നാൾ നമസ്കാരാനന്തരം നടക്കാൻ പോവുകയാണ്. എത്രയാണ് കേരളത്തിൽ തന്നെ നടക്കാൻ പോകുന്നത്? ഇതെല്ലാം നമ്മൾ ഇബ്രാഹിം നബി ഇസ്ലാമിനെ ഓർക്കാൻ വേണ്ടി, അവിടത്തെ ആദർശത്തെ പിൻപറ്റിക്കൊണ്ട് ആ പാതയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രതീകാത്മകമായ ചില കടമകളാണ്, ചില ഇബാദത്തുകൾ. അതുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ പാതയെ അനുധാവനം ചെയ്തുകൊണ്ട് ത്യാഗങ്ങൾക്കിടയിലും പീഡനങ്ങൾക്കിടയിലും ആദർശത്തോടെ മുന്നേറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു പ്രസവ വേദന അനുഭവിക്കാതെ, പേറ്റുനോവ് അനുഭവിക്കാതെ ഒരു പെണ്ണിന് പ്രസവിക്കാൻ കഴിയില്ല. പേറ്റുനോവ് അനുഭവിച്ചു ഇബ്രാഹിം നബി ഇസ്ലാം. നമ്മളിന്ന് പേറ്റുനോവില്ലാത്ത പ്രസവത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്, സിസേറിയന് വേണ്ടി ശ്രമിക്കുക. പേറ്റുനോവ് അനുഭവിച്ചാലേ സുഖപ്രസവം ഉണ്ടാവും. ഇബ്രാഹിം നബി നന്നായി പേറ്റുനോവ് അനുഭവിച്ചു. സ്വന്തം പിതാവിൽ നിന്ന്, രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയിൽ നിന്ന് അവസാനം തീയിൽ കിടക്കേണ്ടി വന്നു ഖലീലുല്ലാഹിക്ക്. പേറ്റുനോവ് അനുഭവിച്ചു, പക്ഷെ അത് സുഖപ്രസവമായിരുന്നു. ഒരു രോമത്തിന് പോലും കരിയിലേൽക്കാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടു. നമ്മളൊന്ന് ശ്രമിക്കുന്നത് സിസേറിയനാണ്. ഒരു വേദനയും അനുഭവിക്കാൻ പറ്റൂല, എനിക്ക് മുസ്ലിമായി ജീവിക്കണം, അത് നടക്കൂല. പീഡനങ്ങൾക്കിടയിലും ഈ എല്ലാവിധ ക്രൂരതകൾക്കിടയിലുമാണ് നമ്മൾ ജീവിക്കുന്നതും ജീവിക്കേണ്ടതും. ആ പ്രയാസങ്ങൾക്കിടയിലാണ് അള്ളാഹു നമുക്ക് സുഖം നിശ്ചയിച്ചിരിക്കുന്നത്. ഇബ്രാഹിം നബിക്ക് വേണമെങ്കിൽ സുഖപ്രസവം തിരഞ്ഞെടുക്കാമായിരുന്നു, പേറ്റുന്നോ ഇല്ലാതെ നന്നായി ജീവിക്കാമായിരുന്നു. എങ്കിൽ നാട് വിടേണ്ടി വരില്ല, വീട് വിടേണ്ടി വരില്ല, തീയിൽ കിടക്കേണ്ടി വരില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തയ്യാറായില്ല. അങ്ങനെയായിരുന്നെങ്കിൽ നബിക്ക് മക്ക വിടേണ്ടി വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്യാഗങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അത് അവിടത്തോട് പറഞ്ഞതാണ്, മുഹമ്മദേ, നീ പ്രബോധനം കൊണ്ട് ആഗ്രഹിക്കുന്നത് നിനക്ക് രാജാധികാരമാണെങ്കിൽ നിന്നെ മക്കയിലെ രാജാവാക്കാം. നിനക്ക് സ്ത്രീകളാണ് വേണമെങ്കിൽ സുന്ദരികളായ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു തരാം. സമ്പത്താണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഞങ്ങൾ പിരിവെടുത്ത് വലിയൊരു സംഖ്യ നിന്റെ കയ്യിൽ തരാം. നീ പരിപാടി അവസാനിപ്പിക്കണം, നിന്റെ ആദർശ പ്രബോധനം നീ അവസാനിപ്പിക്കണം. അവിടെ അതിന് പറഞ്ഞ മറുപടി, വലത് കൈയിൽ സൂര്യനെ വെച്ച് തന്നാലും ഇടത് കൈയിൽ ചന്ദ്രനെ വെച്ച് തന്നാലും ഞാൻ എന്റെ ആദർശ പ്രചരണം അവസാനിപ്പിക്കുന്ന പരിപാടിയേ ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ തീർത്തു പറഞ്ഞു. അതുകൊണ്ടാണ് അവിടെ നിന്ന് മക്ക വിടേണ്ടി വന്നത്, അതുകൊണ്ടാണ് ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. ഇത് പറഞ്ഞു കൊടുക്കാൻ അബൂ താലിബ് ഉണ്ടായിരുന്നെന്ന് ഇന്നും ഈ രാജ്യത്ത് നമ്മളോട് പല അബൂ താലിബുമാരും ഉപദേശിക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുക, ഒരു ദേശീയ മുസ്ലിമാകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ദേശീയ മുസ്ലിമായി ജീവിക്കാമല്ലോ. ഇസ്ലാമിൽ ഒരു ധാരണയ്ക്കും അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകാൻ വേണ്ടി ഈ രാജ്യത്ത് അബൂ താലിബുമാർ നമ്മൾ ഉപദേശിക്കുമ്പോ അവിടെ ഇബ്രാഹിം നബിയെ പോലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഞങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചവരാണെങ്കിൽ ഈ രാജ്യത്ത് ഞങ്ങളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ച് ആദർശത്തെ മുറുകെ പിടിച്ച് ജീവിക്കുമെന്നും ഇവിടെ മരിക്കുമെന്നുമുള്ള ഒരു പ്രതിജ്ഞയാണ് ബലി പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് വേണ്ടത്. ഒരു വിട്ടുവീഴ്ചയ്ക്കും ആദർശത്തിന്റെ വിഷയത്തിൽ നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് ഇന്നും നമ്രൂദുമാര് രാജ്യം ഭരിക്കുന്നു. നമ്രൂദുമാർ ഇന്നും ഉണ്ട്, പക്ഷെ ഇബ്രാഹിം ഇല്ല എന്നുള്ളതാണ് വിഷയം. അവിടെയാണ് നമ്മൾ ഇബ്രാഹിമുകളായ ആകാൻ ശ്രമിക്കുക.
ഇബ്രാഹിം നബിയെ പോലെ ആദർശം ഉയർത്തിപ്പിടിക്കുക, ആരുടെ മുമ്പിലും അടിയറവ് പറയാതെ ഈ ആദർശത്തിന് വേണ്ടി ജീവിക്കുക, ഈ ആദർശത്തിന് വേണ്ടി മരിക്കുക. അതായിരുന്നു ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ നിലപാട്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതം അല്ലാഹുവിന് വേണ്ടി, എന്റെ മരണം അല്ലാഹുവിന് വേണ്ടി, എല്ലാം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച സമർപ്പിതനായ പ്രവാചകനായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊരു ബലിപെരുന്നാളിന്റെ ആഘോഷത്തിലാണ്. ഈ ആഘോഷം നമ്മെ പഠിപ്പിക്കേണ്ടത് ഇബ്രാഹിം നബിയുടെ സ്മരണകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ജീവിത പാന്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ള സന്ദേശമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പെണ്ണുങ്ങൾ, നമ്മുടെ സ്ത്രീകൾ അവർ ഹാജറായി മാറണം. ഹാജറും അല്ലാഹുവിലേക്ക് തവക്കുലാക്കിയ ഒരു നല്ല സ്ത്രീയായിരുന്നു. അതുകൊണ്ടല്ലേ മക്കയിൽ കൊണ്ടുപോയി ഹാജറിനെയും തന്റെ മകനെയും ഉപേക്ഷിച്ചപ്പോ അള്ളാഹു കൽപ്പിച്ചിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാഹു അമറക ബിഹാദ, ഈ വിജനമായ പ്രദേശത്ത് എന്നെയും ഈ പിഞ്ചു പൈതലിനെയും ഉപേക്ഷിച്ചു പോകാൻ അള്ളയാണോ താങ്കളോട് കൽപ്പിച്ചത്? ഇബ്രാഹിം നബി തലയാട്ടിയപ്പോൾ ഹാജർ പറഞ്ഞ മറുപടി ഇതല്ലായുന, എങ്കിൽ ഞങ്ങളെ അല്ലാഹു പാഴാക്കുകയില്ല എന്നാണ്. നമ്മുടെ സ്ത്രീകൾ ഹാജറുകളായി മാറണം. നമ്മുടെ മക്കൾ ഈ ലഹരിയുടെ ലോകത്ത് ഇസ്മായിലുകളായി മാറണം. ലഹരിയുടെ ലോകത്ത് മക്കൾ ഇസ്മായിലുകളായി മാറണം. വാപ്പയെ അനുസരിക്കുന്ന മക്കൾ, രക്ഷിതാവിനെ അനുസരിക്കുന്ന മക്കൾ. അതല്ലേ അറക്കാൻ വേണ്ടി ഇസ്മായിൽ നബി ഇസ്ലാമിനെ മിനയിൽ കിടത്തുന്ന സമയത്ത് ഇസ്മായിൽ പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. പാപ്പ, നിങ്ങൾ എന്റെ മണ്ണിലേക്ക് മുഖം കമഴ്ത്തി വെച്ച് അറക്കണം. നിങ്ങളുടെ മുഖത്തേക്ക് നോക്കേണ്ടി വന്നാൽ, നിങ്ങൾക്ക് എന്റെ മുഖത്തേക്ക് അറക്കുന്ന സമയത്ത് നോക്കേണ്ടി വന്നാൽ അറക്കാൻ കഴിഞ്ഞോളുന്നില്ല, എന്നോടുള്ള സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ പേരിൽ. അതുകൊണ്ട് എന്റെ മുഖം മണ്ണിലേക്ക് അമർത്തി വെച്ചറക്കണം. രണ്ട്, എന്റെ വസ്ത്രം എന്റെ ഉമ്മയെ കാണിക്കരുത്. എന്റെ രക്തം പുരണ്ട വസ്ത്രം ഉമ്മ കണ്ടാൽ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞോളുന്നില്ല. അതുകൊണ്ട് വസ്ത്രം ഉമ്മയെ കാണിക്കരുത്. എന്റെ മക്കളെ, നിങ്ങൾ ഇസ്മായിലിനെ പോലെ വാപ്പയെ അനുസരിക്കുന്ന, ഉമ്മയെ അനുസരിക്കുന്ന, മാതാപിതാക്കളെ അനുസരിക്കുന്ന, പടച്ചവനെ അനുസരിക്കുന്ന, റസൂലിനെ വഴിപ്പെടുന്ന മക്കളായി മാറണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.